ഏവർക്കും നമസ്കാരം. ഇപ്പോൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ തിരക്കിലാണല്ലോ കോൺഗ്രസ് നിയമസഭാ കക്ഷിയും അതിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും ചെയ്യുന്നത്. ഈ അവസരത്തിൽ കേരളത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന, ജനമനസ്സുകളെ കീഴടക്കിയ വി.ഡി. സതീശൻ ആയിരിക്കണം കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഒട്ടനവധി ജനാധിപത്യ മതേതര വിശ്വാസികളും ആഗ്രഹിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായി കേരളത്തിൽ വരണം എന്നുള്ളതാണ്. കാരണം പലതാണ്. ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. സാധാരണക്കാർക്ക് എപ്പോഴും അടുത്തു ചെന്ന് ഇടപെടുവാനും കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും പറ്റിയ ഒരു ജനനായകനാണ്. പക്ഷപാതമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന ഒരു നേതാവ്, നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവ്, നിലപാടുകൾ അതെന്തു തന്നെയായാലും ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവ്. അങ്ങനെയുള്ളൊരു നേതാവിനെയാണ് കേരളം ഇന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു നേതാവായിരിക്കണം കേരളത്തെ നയിക്കേണ്ടത്. ഇപ്പോൾ മറ്റു പേരുകൾ കേൾക്കുന്നുണ്ടെങ്കിലും അവരൊന്നും അയോഗ്യരാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അവരൊക്കെ ഒരുപക്ഷെ ചില സാമുദായിക താല്പര്യം വെച്ച് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ആ സാമുദായ നേതാക്കന്മാരുടെ ഇഷ്ടത്തിനടുത്ത് പ്രവർത്തിക്കാൻ ഒരുപക്ഷെ മുതിരും. കാരണം രാഷ്ട്രീയ കാലാവസ്ഥകൾ മാറി മറിയുന്നതിനനുസരിച്ച് തങ്ങളുടെ നിലപാടിൽ അല്ലെങ്കിൽ നിലനിൽപ്പിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുമ്പോൾ ഇത്തരക്കാർ ആദ്യം ആശ്രയിക്കുന്നത് ഈ സാമുദായിക നേതാക്കന്മാരെയാണ്. അവരെയും കൊണ്ട് പ്രസ്താവനകൾ ഇറക്കി അവിടുത്തെ സാമൂഹ്യ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള നേതാക്കന്മാരെ അകറ്റി നിർത്തിക്കൊണ്ട് നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കർക്കശനായ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിവും ഉള്ള ഒരു നേതാവാണ് വി.ഡി. സതീശൻ. അദ്ദേഹം ആശാ വർക്കർമാരുടെ സമരസമയത്ത് നടത്തിയൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ മന്ത്രിസഭയുടെ തീരുമാനം ആശാ വർക്കർമാർക്ക് അനുകൂലമായി എടുക്കുമെന്നുള്ളത്. അതൊരു നിശ്ചയദാർഢ്യമാണ്. അവർക്കൊരു ഉറപ്പ് കൊടുക്കുകയാണ്. അവരുടെ ആത്മവിശ്വാസം കൂട്ടുകയാണ്. കേരളത്തിൽ അന്ന് ഭരിച്ചിരുന്ന പിണറായി സർക്കാർ അവരെ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ അവരുടെ അടുത്ത് വന്ന് അവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും സമരത്തിൻ്റെ വീര്യം കൂട്ടുവാൻ ഉതകുന്ന പ്രസ്താവന ഇറക്കിയ ഒരു നേതാവാണ് അദ്ദേഹം. കാരണം ആശാ വർക്കർമാരുടെ സേവനങ്ങളെ നമുക്കൊരു കാലത്തും മറക്കുവാൻ പറ്റുന്നില്ല. കേവലമായ തുച്ഛമായ ശമ്പളം മേടിച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാരെ വെയിലത്തും മഴയത്തുമിട്ട് കരയിപ്പിച്ച, തലമുണ്ടനം ചെയ്യിപ്പിച്ച പിണറായിക്കെതിരെയുള്ള അതിശക്തമായ ഒരു ജനവികാരമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട്, ഉമ്മൻചാണ്ടി സാറിനെ ജീവിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാണ് ജനഹൃദയങ്ങളിൽ നിന്നും അദ്ദേഹത്തെ അകറ്റുവാൻ ശ്രദ്ധിച്ചത്. അതിനുള്ള മറുപടിയാണ് കേരളത്തിലെ ജനങ്ങൾ നൽകിയത്. കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ പ്രാവശ്യം UDFന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഓരോ നിയോജക മണ്ഡലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ കണ്ണൂർ പോലെയുള്ള ഒരു കൂട്ടയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ തോൽക്കുകയും ആ പ്രസ്ഥാനത്തു നിന്നും പുറത്തു വന്ന് UDFൻ്റെ സഹായത്തോട് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തത് അതിനൊരു ഉദാത്തമായ ഉദാഹരണമല്ലേ. അങ്ങനെ നിരന്തരമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പിണറായിക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പണി കൊടുത്തത് കൊണ്ടാണ് UDFന് ഇത്ര തിളക്കമാർന്ന വിജയമുണ്ടായത്. ഇനിയുമുണ്ട് അനവധി കാര്യങ്ങൾ. കസ്റ്റഡി മരണങ്ങൾ, പോലീസിൻ്റെ തേർവാഴ്ചകൾ, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് KSUവിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും തല്ലി തകർത്തത്. ഒരാൾ ഇപ്പോൾ MLA ആയിട്ടുണ്ട്, AD തോമസ് ആലപ്പുഴയിൽ നിന്നും. തിളക്കമാർന്ന വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ, ആലപ്പുഴയിലെ ജനങ്ങൾ മധുരോദാരമായ ഒരു
മറുപടിയാണ് അതിലൂടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും കമ്മ്യൂണിസത്തിൻ്റെ എല്ലാ അപജയത്തിനും കാരണമായ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് വിശേഷിപ്പിക്കുന്ന പിണറായി വിജയനെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ നാട് കടത്തിയിരിക്കുകയാണ്. ആ ജനവിധി മാന്യമായിട്ട് നിർവഹിക്കുവാൻ കോൺഗ്രസ്സിന് ഇന്ന് കേരളത്തിൽ ഒരേ ഒരു നേതാവിനെ സാധിക്കുകയുള്ളൂ. അത് വി.ഡി. സതീശൻ മാത്രമേ ഉള്ളൂ. കെ.സി. വേണുഗോപാൽ കേന്ദ്രത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ് നല്ലത്. അദ്ദേഹം ഇനിയും കേരളത്തിലേക്കൊരു മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ 2 തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടി വന്നു. അദ്ദേഹം രാജ്യസഭയിൽ അംഗമായിരിക്കുമ്പോഴാണ് ലോക്സഭ ടിക്കറ്റിൽ മത്സരിച്ച് ആലപ്പുഴയിൽ നിന്നും ജയിച്ചത്. അങ്ങനെ രാജ്യസഭയിലെ ഒരു സീറ്റ് നഷ്ടപ്പെടുത്തി കോൺഗ്രസിൻ്റേത്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും മത്സരിച്ച് വിജയിച്ച വേണുഗോപാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയായാൽ ആലപ്പുഴയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് പറയുവാൻ പറ്റുമോ? അതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ മത്സരിക്കുന്നിടത്ത് കെ.സി. വേണുഗോപാൽ ഒരുപക്ഷെ വിജയിക്കാം, അല്ലെ വിജയിച്ചില്ലെങ്കിലോ അതും കോൺഗ്രസ്സിന് തീരാ നഷ്ടമല്ലേ? ആവശ്യമില്ലാത്ത ഉപതെരഞ്ഞെടുപ്പുകൾ ജനങ്ങളുടെ ഇടയിൽ വല്ലാത്ത അകൽച്ച ഉണ്ടാക്കും. അങ്ങനൊരു സാഹചര്യം സംജാതമാകാതിരിക്കാൻ കെ.സി. വേണുഗോപാലിനെ പോലുള്ള തലമുതിർന്ന നേതാക്കന്മാർ കേന്ദ്രത്തിൽ ശ്രദ്ധ ചെലുത്തി സംഘടനയെ ചലിപ്പിക്കുവാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോയി വടക്കേന്ത്യയിലുള്ള കോൺഗ്രസ് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെ കോൺഗ്രസിന് അനുകൂലമായ ചേരിയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രദ്ധ ചെലുത്തേണ്ട സംഘടനാ ജനറൽ സെക്രട്ടറി അവിടെ തന്നെ ഇരുന്ന് കോൺഗ്രസിനെ നയിക്കുന്നതായിരിക്കും നല്ലതെന്ന ഒരഭിപ്രായം ഒരു എളിയ കോൺഗ്രസ് അനുഭാവിയായ ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഇനിയും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കളമൊരുക്കാതെ ഇവിടെ തന്നെ 102 MLA-മാരുടെ പിന്തുണയുള്ള UDF-ന് ഇനിയും ഒരു MP ഇവിടെ വരുത്തി മത്സരിപ്പിച്ച് വിജയിക്കാതിരിക്കുക ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. അനാവശ്യമായ സാമ്പത്തിക ചെലവാണ് വരുത്തുന്നത്. ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. അതൊഴിവാക്കി ഈ 102 MLA-മാരിൽ ഏറ്റവും പ്രഗത്ഭരായ ശ്രീ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യം നിലനിർത്തും. അതുപോലെ തന്നെ ശക്തമായ രീതിയിലുള്ള ജനവികാരത്തിനനുസരിച്ച് പെരുമാറാനും ഭരിക്കുവാനുമുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഈ കാലയളവിൽ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. തകർന്നടിഞ്ഞ കോൺഗ്രസിനെ എഴുന്നേൽപ്പിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള പ്രവർത്തകരെ സജ്ജമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വൻപിച്ച വിജയം കൊയ്ത വി.ഡി. സതീശനായിരിക്കട്ടെ നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി. അങ്ങനെ കേരളം എല്ലാവിധത്തിലും വികസിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.